ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. ഭക്ഷിപ്പതിന് ഗുഹ പോലെ പിളർന്ന മുഖമയ്യോ കൃതാന്തനിഹ പിൻപേ നടന്നു മമ എത്തുന്ന ദുർദുരമുരത്തോടെ പിൻപയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു: ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലമെന്ന മഹാപെരുമ്പാമ്പിൻ്റെ വായ്ക്കകത്താണ് നാം. അനുനിമിഷം അത് നമ്മെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നാം ലോകഭോഗങ്ങൾക്ക് പിറകെയാണ്. എന്തിനാണ് ഈ വാഴ്വ്? ഇവിടെ നാം തേടുന്നത് എന്താണ്? നൈമിഷികങ്ങളായ സുഖങ്ങൾ നമുക്ക് അനവധിയുണ്ട്. അവ നേടുന്നതിന് മനസ്സും ശരീരവും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവയെ നിലനിർത്താൻ നമുക്കാകുന്നുണ്ടോ? അപ്രതീക്ഷിതമായി എല്ലാം അസ്തമിക്കും. നേടിയ സുഖത്തെക്കാളേറെ ദുഃഖങ്ങൾ പിന്തുടരുകയും ചെയ്യും. മനസ്സിങ്ങനെ നമുക്ക് പുറത്തുള്ള പലതിനെയും പൂർണ്ണതയ്ക്കായി തേടി അലയും. പുറത്തുള്ളവയെല്ലാം അപൂർണവും താൽക്കാലികവുമാണ്. ഒന്നിനുമില്ല ശാശ്വത സ്വഭാവം. ജീവിതമെന്ന് കരുതി മുറുകെ പിടിക്കുന്നത് പോലും മരണത്തിൽ അവസാനിക്കുന്നു. നമുക്കിത് എത്രയോ വട്ടം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ടും ആസക്തികൾ ഒടുങ്ങുന്നില്ല. അതുകൊണ്ട് എഴുത്തച്ഛൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു: ഇരയെ തേടി നടക്കുന്ന ഒരു ദുർദുരം തവള, അതിനു പിറകെ ഗുഹ പോലെ പിളർന്ന വായയുമായി എത്തുന്ന സർപ്പത്തെ പോലുള്ള കൃതാന്തൻ മൃത്യു. എനിക്ക് നിഴലായി മൃത്യു എപ്പോഴുമുണ്ട്. ഏതു നിമിഷവും ഞാൻ ആ വായ്ക്കകത്ത് പെട്ടുപോകാം. മഹാകഷ്ടമാണ് ഈ ഭൗതിക ജീവിതം. ഒരിടത്ത് അടങ്ങാത്ത ആസക്തികൾ, മറുഭാഗത്ത് എല്ലാം അടങ്ങുന്ന മൃത്യു, ഒടുവിലൊരു പാഴ്ചുമടായി മാറുന്ന ജീവിതം. അവനി വാഴ്വ് കിനാവു കഷ്ടം എന്ന് കുമാരനാശാൻ. എന്നാൽ ഒരു മരണത്തിനും അപഹരിക്കാൻ കഴിയാത്ത ഒന്നുണ്ട് ഈ ജീവിതത്തിൽ. അത് അന്തരാത്മാവിൻ്റെ പ്രകാശമാണ്. അതാണ് ശാശ്വതമായ ആത്മസത്യം. അതിനെ അറിയുകയും ആ അറിവിൽ ഉണർന്നിരിക്കുകയുമാണ് അനിവാര്യത. എന്നാൽ വാസനകളുടെ ശക്തി ഏറെയാണ്. കർക്കശമായ ഇച്ഛാശക്തി കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് നടക്കാൻ കഴിയൂ. ഓരോ നിമിഷവും കാലിടറാതെ ശ്രദ്ധിക്കണം. ജാഗ്രതയോടെ സത്യത്തിലേക്ക് നടക്കുക. അതിനായി ഹരിനാരായണനെ നമസ്കരിക്കുന്നു.